നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാറിനെ വി.ഡി. സതീശൻ സർക്കാർ നീക്കിയില്ല. എ.ഡി. തോമസ് എം.എൽ.എയെ മർദ്ദിച്ച സംഘത്തിൽ അനിൽകുമാർ ഉൾപ്പെട്ടിരുന്നു. അനിലിനെ മാറ്റരുതെന്ന സമ്മർദ്ദം പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ഗൺമാനെ സഹായിക്കുകയാണെങ്കിൽ വിഷയത്തിൽ കെ.സി. വേണുഗോപാൽ ഇടപെട്ടേക്കും. ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എതിരായ ഒരു നീക്കമായിരിക്കും വേണുഗോപാൽ നടത്തുക. മുഖ്യമന്ത്രിക്ക് ഇവർ പിണറായിയുടെ ഗൺമാന്മാരായി തുടരുന്നതിൽ എതിർപ്പുണ്ടെങ്കിലും ആഭ്യന്തരമന്ത്രിയാണ് ഇത്തരം നിർണായക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയെങ്കിലും അനിൽകുമാറിനെ തുടരാൻ അനുവദിക്കുകയായിരുന്നു. കാത്തിരിക്കണമെന്ന സൂചനയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നത്. വർഷങ്ങളായി അനിൽകുമാർ പിണറായിയുടെ ഗൺമാനാണ്. നവകേരള യാത്രക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻ സന്ദീപിനെ പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ നിന്നും ഒഴിവാക്കി. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ സുരക്ഷ പൂർണ്ണമായും പിൻവലിച്ചതോടെയാണ് സന്ദീപ് പോലീസിലേക്ക് മടങ്ങിയത്. അതേസമയം മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതോടെ ഗൺമാന്മാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചിട്ടുണ്ട്. എസ്കോർട്ട് വാഹനം ഒഴിവാക്കിയെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനിക്കും. എന്നാൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. 2023 ഡിസംബർ 15-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാന്മാർ പ്രതിഷേധത്തിനെത്തിയ KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ SIT രൂപീകരിച്ചിരുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. SIT സാക്ഷികളുടെയും പരാതിക്കാരുടെയും മൊഴിയെടുക്കും. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകന്റെ മൊഴിയെടുക്കും. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് A.D. തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലേക്ക് മുൻപ് അയച്ച വീഡിയോ ദൃശ്യങ്ങളുടെ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താനാണ് പരിശോധന. പരമാവധി തെളിവുകൾ സമാഹരിച്ച ശേഷം പ്രതികളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംഘത്തിന്റെ ആദ്യ യോഗം ഇന്നലെ ചേർന്നു. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആണ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെന്നും മാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ലെന്നുമായിരുന്നു ആദ്യ അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നത്. പിന്നാലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരാതിക്കാർ തന്നെ കോടതിയിൽ ഹാജരാക്കി. ഈ ദൃശ്യങ്ങളാണ് പുതിയ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. സംഭവത്തിന് ദൃക്സാക്ഷിയായ മാധ്യമ പ്രവർത്തകർ പകർത്തിയ ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവാകുമെന്നാണ് പ്രതീക്ഷ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിലുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരിൽ 2 പേരെ അദ്ദേഹത്തിനൊപ്പം തന്നെ തുടരാൻ അനുവദിക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥർ പോലീസ് സംഘടന വഴി ഇടപെടലുകൾ നടത്തുന്നതെന്നാണ് വിവരം. പുതിയ മന്ത്രിമാരുടെ സുരക്ഷാ ചുമതലയ്ക്ക് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രതികൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെയും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ തുടരാൻ അനിൽകുമാർ, സന്ദീപ് എന്നിവരാണ് ശ്രമം നടത്തിയത്. പിണറായി വിജയനൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത് തിരികെ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. അനിൽകുമാർ, സന്ദീപ് എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടിക്കും സാധ്യതയുണ്ട്. ഷൗക്കത്ത് അലിക്ക് പുറമെ ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൗലോസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ടോൺസൺ, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SI ജയകൃഷ്ണൻ, ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ ASI രാജേഷ്, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SI ദീൻദയാൽ മല്ലൻ, ആലപ്പുഴ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ SI SR അമൃതരാജ് എന്നിവരാണ് ഇവർക്കെതിരെയുള്ള അന്വേഷണ സംഘത്തിലെ മറ്റംഗങ്ങൾ. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. TP വധക്കേസ് അന്വേഷിച്ച സംഘത്തിൽ ഉൾപ്പെട്ട ഷൗക്കത്ത് അലിയാണ് കൊടി സുനിയെയും CPM നേതാവ് P മോഹനനെയും അറസ്റ്റ് ചെയ്തത്. പിന്നീട് അദ്ദേഹം ദേശീയ അന്വേഷണ ഏജൻസിയിൽ ഡെപ്യൂട്ടേഷനിൽ പോയി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തേക്ക് മടങ്ങി. IPS ലഭിച്ചതോടെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ നിയമിച്ചു. പിണറായിയുടെ അവസാന കാലത്ത് അനിൽകുമാറിന് ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം നൽകി പത്തനംതിട്ട റിസർവ് ബറ്റാലിയനിലേക്ക് നിയമിച്ചിരുന്നു. എന്നാൽ അനിൽകുമാറിനെ ഗൺമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതല്ലെന്നും സ്ഥാനക്കയറ്റം കിട്ടിയതിനാൽ മാറിയതാണെന്നും പ്രചാരണമുണ്ട്. ബറ്റാലിയനിൽ ജോയിൻ ചെയ്ത ശേഷം അനിൽ തിരികെ എത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചെന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർക്ക് വീണ്ടും ക്ലീൻ ചിറ്റ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു പ്രൊമോഷൻ.
ആദ്യം നൽകിയ ക്ലീൻ ചിറ്റ് തള്ളിയ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടത്തിയ തുടരന്വേഷണത്തിലും അനിൽകുമാറും സുരക്ഷാ സംഘത്തിൽപ്പെട്ട പോലീസുകാരും കുറ്റം ചെയ്തിട്ടില്ലെന്ന റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് നൽകിയത്. നേതാക്കളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന സംഭവത്തിലാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിനെ സംരക്ഷണം ഒരുക്കാൻ പോലീസ് തീവ്ര ശ്രമം നടത്തിയത്. നേതാക്കളെ സുരക്ഷാ സംഘം തല്ലിച്ചതച്ചത് രക്ഷാപ്രവർത്തനമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. മർദ്ദനത്തിന് തെളിവില്ലെന്നും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായപ്പോൾ സുരക്ഷാ സംഘം ഇടപെട്ടതാണെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. ഇതിന്റെ പേരിലാണ് ക്രൈംബ്രാഞ്ച് ആദ്യം ക്ലീൻ ചിറ്റ് നൽകിയത്. റിപ്പോർട്ട് സ്വീകരിച്ച കോടതി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ മുമ്പ് റിപ്പോർട്ട് നൽകിയ അതേ ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു രണ്ടാമതും അന്വേഷണത്തിന്റെ ചുമതല. 2023 ഡിസംബർ 15 ആലപ്പുഴ ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ നവകേരള ബസിന് സമീപം പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും AD തോമസിനെയും ജില്ലാ പ്രസിഡന്റിനെയും അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന ഗൺമാനും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ് അനിൽകുമാർ. പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു അനിൽ. തിരുവനന്തപുരം സ്വദേശിയാണ് അനിൽകുമാർ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജീവനക്കാരെ വിശ്വസിക്കുന്ന പതിവില്ല. എന്നാൽ ഒരു ചാവേറിനെ പോലെയാണ് അനിൽ പിണറായിക്കൊപ്പം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദൈനംദിന വ്യവഹാരങ്ങളുടെ ചുമതല അനിൽകുമാറിനാണ്. പിണറായിയുടെ വീട്ടുകാരും അനിൽകുമാറിനെ അത്രയേറെ വിശ്വസിക്കുന്നു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ TP സെൻകുമാർ DGP സ്ഥാനത്ത് നിന്നും തെറിക്കാനുള്ള ഒരു കാരണവും അനിൽകുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നുവെന്ന് പോലീസ് സേനയിലെ ചില പഴയ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഓർക്കാറുണ്ട്. നാളെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയോ MLAയോ ആയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലീസ് സുരക്ഷ ഉണ്ടെങ്കിൽ അനിൽകുമാർ ആയിരിക്കും ഗൺമാൻ എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പുണ്ട്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ അനിൽകുമാറിനെ പൂർണ്ണമായി സംരക്ഷിക്കും. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കുന്നതിന് തെളിവില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ പോലീസിന്റെ നടപടി മുഖ്യമന്ത്രിക്കുള്ള ഒന്നാന്തരം പണിയായിരുന്നു. ക്രൈംബ്രാഞ്ച് SP ലഭിച്ചില്ലെന്ന് പറയുന്ന മർദ്ദന ദൃശ്യങ്ങൾ മർദ്ദനമേറ്റവർ തന്നെ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. കാരണം ലോകം മുഴുവൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ലഭ്യമല്ലെന്ന് പോലീസ് പറയുന്നത്. ഇത് MR അജിത് കുമാറിനുള്ള പണി കൂടിയായിരുന്നു. MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി കണ്ണുമടച്ച് സംരക്ഷിക്കുന്നതിനുള്ള വിരോധമാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയോട് തീർത്തത്. നവകേരള സദസ്സിനെ ചുക്കാൻ അജിത് കുമാറിനായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ കയറൂരി വിട്ടതും അജിത് കുമാർ ആണെന്ന ആക്ഷേപം പരക്കെയുണ്ട്. നവകേരള സദസ്സിലെത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റ് സുരക്ഷാ ജീവനക്കാർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞു. കേസിൽ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയില്ലെന്ന വിചിത്രമായ കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾക്ക് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയത്. ദൃശ്യമാധ്യമങ്ങളോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ലെന്നും കിട്ടിയ ദൃശ്യങ്ങളിൽ മർദ്ദനമില്ലെന്നാണ് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ പ്രധാന വാദം. അതേസമയം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് മേധാവിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും ഇമെയിലിൽ നൽകിയ യൂത്ത് കോൺഗ്രസ് കോടതിയിൽ തടസ്സ ഹർജി നൽകി. അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണിതെന്ന് ശക്തമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ് കേസിലെ 1ാം പ്രതി. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് 2ാം പ്രതി. പരാതിക്കാരന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുന്നതുമാണെന്ന് ബോധ്യമായെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP A സുനിൽ രാജ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞു. ഡിസംബർ 15 നവകേരള സദസ്സിലെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കടന്നു പോകുമ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ചവർക്കാണ് അടിയേറ്റത്. പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനും തലയ്ക്കും കൈകാലുകളിലും ഗുരുതര പരിക്കുണ്ടായെന്നുമുള്ള പരാതിയാണ് പോലീസ് അന്വേഷിച്ചത്. അതേസമയം ചാനലുകൾ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് CD-യിൽ നൽകിയെന്ന് പരാതിക്കാരൻ അജയ് പറഞ്ഞു. എന്നാൽ CD-യിലല്ല പെൻഡ്രൈവിൽ നൽകണമെന്നും ചാനലുകൾ പകർത്തിയതല്ല പരാതിക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ വേണമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മർദ്ദനമേറ്റ് കിടക്കുമ്പോൾ എങ്ങനെ ദൃശ്യങ്ങൾ പകർത്തുമെന്നാണ് അജയ് ചോദിച്ചത്. പിന്നീട് പലതവണ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണാൻ ചെന്നെങ്കിലും സാധിച്ചില്ല. ഫോണിൽ വിളിച്ചപ്പോൾ സ്ഥലത്തില്ലെന്നായിരുന്നു മറുപടി. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം അടിച്ചു തകർക്കാൻ ശ്രമിച്ചെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും അത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും അജയ് പറയുന്നു. യൂത്ത് കോൺഗ്രസ്
ഈ KSU നേതാക്കളെ മർദ്ദിച്ചതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകൾ പ്രകാരമാണ്. 294B പൊതുസ്ഥലത്ത് വെച്ച് അസഭ്യവാക്കുകൾ വിളിക്കുക, 324 അപകടകരമായ ആയുധം കൊണ്ട് ബോധപൂർവ്വം പരിക്കേൽപ്പിക്കുക, 325 ബോധപൂർവ്വം ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്നിവയാണ് വകുപ്പുകൾ. 3ഉം ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. എന്നാൽ കോടതിക്ക് പുറത്ത് തീർപ്പാക്കാൻ കഴിയില്ല. പ്രതികൾ കോടതിയിൽ വിസ്താരം നേരിടേണ്ടി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ S. അരുൺ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത അസൽ മൊഴിയോടൊപ്പം കോടതിയെയും പോലീസ് മേലധികാരികൾക്കും അയച്ചതായി FIR-ൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തിരുവനന്തപുരം കല്ലിയൂർ കോപ്പറേറ്റീവ് ബാങ്കിന് എതിർവശം 1090 കാർത്തികയിൽ അനിൽകുമാർ, അകമ്പടി സേനയിലെ തിരുവനന്തപുരം പൊറ്റക്കുഴി PRI 167 ചെന്താനുവിള S. സന്ദീപ്, അകമ്പടി സേനയിലെ കണ്ടാൽ അറിയാവുന്ന 3 പേർ എന്നിവരാണ് പ്രതികൾ. അനിൽകുമാർ 1-ാം പ്രതിയും സന്ദീപ് 2-ാം പ്രതിയുമാണ്. 15-ന് വൈകിട്ട് 4 മണിക്ക് നവകേരള സദസ്സ് വാഹനങ്ങൾ പോകുമ്പോൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച പരാതിക്കാരായ അജയ് ജുവൽ, കുര്യാക്കോസിനെയും AD തോമസിനെയും പോലീസ് തടഞ്ഞ് പിന്നിലേക്ക് മാറ്റിയെന്നും തുടർന്നാണ് പ്രതികൾ മർദ്ദിച്ചതെന്നും FIR-ൽ പറയുന്നു. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം പോയ ശേഷം പിന്നാലെ എത്തിയ അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അനിൽകുമാർ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് വെച്ചും അജയിനെയും തോമസിനെയും അസഭ്യം പറഞ്ഞ് ലാത്തി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. പിന്നാലെയുള്ള അകമ്പടി വാഹനത്തിലെത്തിയ സന്ദീപും പുറത്തിറങ്ങി പരാതിക്കാരെ ലാത്തി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു. അജയനും തോമസിനും തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര പരിക്കുണ്ടായെന്നും FIR-ലും ഉണ്ട്. SI KR ബിജുവാണ് കേസ് അന്വേഷിക്കുന്നത്. 324 വകുപ്പ് 3 വർഷം വരെയും 325 വകുപ്പ് 7 വർഷം വരെയും തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് വിധു M. ഉണ്ണിത്താൻ ഹാജരായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ സമരക്കാർക്ക് അനുകൂലമായി നിലപാടെടുത്തതായി CPI സഖാക്കൾ ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ പൊതുജന മധ്യത്തിൽ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും പോലീസ് ഇടവരുത്തിയെന്നായിരുന്നു ആരോപണം. തനിക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ എന്തിനാണ് ഉന്നത സ്ഥാനങ്ങളിൽ തുടരുന്നതെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ ചോദ്യം. തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ DGPക്ക് വലിയ ഉത്സാഹമായിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുത്ത നടപടി മുഖ്യമന്ത്രിയെ മാത്രമല്ല CPI നേതൃത്വത്തെ ആകെ ക്ഷോഭിപ്പിച്ചിരുന്നു. പോലീസിനെ കയറൂരി വിടുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ചില CPI നേതാക്കളുടെ അഭിപ്രായം. മുൻ മുഖ്യമന്ത്രി ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു. സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ അപ്രിയരും അപഹാസ്യരാകുമ്പോൾ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമാണ്. അതിന് രാഷ്ട്രീയ ഭേദമില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് കാണുന്നവരാണ് ഈശ്വരന്മാർ. അവർക്ക് ആരോടും പ്രത്യേകിച്ച് മമതയോ പകയോ ഇല്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാധ്യമങ്ങൾ അണിനിരന്നപ്പോൾ തന്നെ പോലീസ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരുന്നു. തങ്ങളുടെ തടി കേടാതിരിക്കണമെന്ന ഒരൊറ്റ വിശ്വാസമാണ് പോലീസിനുള്ളത്. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരും സാധാരണ ഉദ്യോഗസ്ഥരും എന്ന് ഭേദമില്ല. സർക്കാർ പോലീസിനെ സഹായിക്കുകയില്ലെന്ന് പൊതുധാരണ നിലവിലുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക വഴി സർക്കാർ ഇവർക്കിടയിൽ മോശക്കാരായി. ഇങ്ങനെയൊക്കെയുള്ള ഒരു സർക്കാരെ താങ്കൾ എന്തിന് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതെന്നാണ് പോലീസുകാരുടെ ചോദ്യം. അതിനാൽ കരിങ്കൊടിയും ഷൂവും പറന്നു വരുന്നത് കാണുമ്പോൾ പോലീസ് സൗകര്യപൂർവ്വം മാറി നിന്നു. പോലീസിനെതിരെ മുമ്പ് തന്ന CPM-ൽ എതിർവികാരം ഉണ്ടായിരുന്നു. അന്ന് പിണറായി വിജയൻ പോലീസിനൊപ്പമാണ് നിലകൊണ്ടത്. ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന കാലത്താണ് ഇത്തരത്തിൽ പോലീസിനെ അനുകൂലമായി മുഖ്യമന്ത്രി നിലപാടെടുത്തത്. അങ്ങനെയുള്ള അനിൽകുമാറിനെ കോൺഗ്രസ് സർക്കാർ വെറുതെ വിട്ടാൽ അത് സർക്കാരിന്റെ മറ്റൊരു പണിയായി മാറും. ഇക്കാര്യത്തിൽ കേരളം കണ്ണും കാതും തുറന്നിരിക്കുകയാണ്.